RRB NTPC UG എക്സാമിൻ്റെ 2026 മെയ് 9 ഫസ്റ്റ് ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസ് ആണ് പറയാൻ പോകുന്നത്. കാളിദാസ വാസ് ദ കോഡ് പോയിറ്റ് ഓഫ് വിച്ച് കിങ്? ഏത് കിങ്ങിൻ്റെ കീഴിലുള്ള കോഡ് പോയിറ്റ് ആണ് കാളിദാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ചന്ദ്രഗുപ്ത 2 ആണ്. ചന്ദ്രഗുപ്ത 2ൻ്റെ വേറൊരു പേരാണ് വിക്രമാദിത്യ. വേറെ കുറേ പേരുണ്ട്, ദേവഗുപ്ത, ദേവരാജ, വിക്രമനക്, ദേവശ്രീ. ഇതൊക്കെ ചന്ദ്രഗുപ്ത 2ൻ്റെ വേറൊരു പേരാണ്. സൺ ഓഫ് എ സമുദ്രഗുപ്ത ആൻഡ് ഗ്രാൻഡ് സൺ ഓഫ് എ ചന്ദ്രഗുപ്ത ഫസ്റ്റ്. പിന്നെ ചന്ദ്രഗുപ്ത ഫസ്റ്റിൻ്റെ വേറൊരു പേരാണ് മഹാരാജാതിരാജ എന്ന് പറഞ്ഞാൽ. ഇനി ചന്ദ്രഗുപ്ത കിങ്സ് ഓഫ് കിങ് ഒക്കെ പറയും ചന്ദ്രഗുപ്തനെ പറ്റി പറയുകയാണെങ്കിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വിച്ച് ഇൻ്റർനാഷണൽ ഇവൻറ്റ്സ് ഫോക്കസ് ഓൺ ക്ലൈമാറ്റിക് ചേഞ്ചസ് വാസ് ഹെൽഡ് ഇൻ ബാക്കു അസർബൈജാൻ നവംബർ 2024? COP29 ആണ്. COP29 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്ലൈമാറ്റിക്കൽ ചേഞ്ച് കോൺഫറൻസസ് ആണ്. അത് നടന്നത് നവംബർ 11 to 12, 2024. പക്ഷേ 2025 COP30 നടന്നിട്ടുണ്ട്. അത് നടന്നത് ബെല്ലം ബ്രസീലിലാണ് വെച്ചിട്ടാണ് നടന്നത്. അത് നവംബർ 10 തൊട്ടിട്ട് 21 വരെയാണ് നടന്നത്. അതിൻ്റെ തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറസ്റ്റ് കോപ്പ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ ആണ്. അപ്പോൾ COP29ൻ്റെ തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റിംഗ് ഇൻ എ ലിവബിൾ പ്ലാനറ്റ് ഫോർ ഓൾ എന്നാണ്. ഇത് എന്തിനാണ് ഇങ്ങനൊരു നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കൺസിസ്റ്റ് ചെയ്യുന്നത് 200 കൺട്രീസസ് ആണ്. അതെന്തിനാണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു അഡ്രസ് ദ എന്തൊക്കെ ക്ലൈമാറ്റിക് ക്രൈസിസ് ഉണ്ടോന്നും, പിന്നെ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ, അച്ചീവിങ് നെറ്റ് സീറോ എമിഷൻ ബൈ 2050, ഇതൊക്കെയാണ്. ഇത് എവിടെ വെച്ചാൽ നടന്നത്? അസർബൈജാനിലെ ബാക്കുവിൽ വെച്ചാണ്. ബാക്കു ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് നടന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദ ചെയർമാൻ ഓഫ് എ IRDAI ഇൻ സെപ്റ്റംബർ 2025? അജയ് സേത്താണ്. അപ്പോൾ IRDAI എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. അത് ഏതിൻ്റെ അണ്ടറിലാണെന്ന് വെച്ചാൽ മിനിസ്ട്രി ഓഫ് ഫിനാൻസിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ ഡെവലപ്പ് ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ IRDAI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ ഹെഡ് ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈദരാബാദ്, തെലുങ്കാനയിലാണ്. അപ്പോൾ ഇത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ LIC ഒക്കെ ഇതിൻ്റെ അണ്ടറിലാണ് വരും. IRDAI എന്ന് പറഞ്ഞത്. അതിൻ്റെ CEOൻ്റെ പേരെന്താണ്? അജയ് സേത്താണ്. അപ്പോയിൻറ്റ് ചെയ്തത് ജൂലൈ 2025 അപ്പോയിൻറ്റ് ചെയ്തത്. ഈ ഇങ്ങനെയൊരു IRDAIയിൽ കൺസിസ്റ്റ് ചെയ്യുന്ന 10 മെമ്പേഴ്സസ് ആണ്. 1 ചെയർമാൻ, പിന്നെ 5 ഫുൾ മെമ്പേഴ്സും ഉണ്ടാവും, 4 പാർട്ട് മെമ്പേഴ്സസും ഉണ്ടാവും. അങ്ങനെയാണ് IRDAIയിൽ ഉണ്ടാവുക. അപ്പോൾ IRDAIൻ്റെ ചെയർമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജയ് സേത്താണ്. വിച്ച് സ്റ്റേറ്റ്സ് മെയിൻലി യൂസസ് ടാങ്ക് ഇറിഗേഷൻസ് ഡ്യൂ ടു ലോ റെയിൻഫാൾ ആൻഡ് അൺഈവൻ ടെറൈൻ? ഏത് സ്റ്റേറ്റാണ് ഇറിഗേഷൻ ഫെസിലിറ്റീസ് കൂടുതലും മെയിൻലി യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടത് ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. പക്ഷേങ്കിൽ ഇതിനകത്ത് ചോദിച്ചത് ടാങ്ക് ഇറിഗേഷൻസ് ഡ്യൂ ടു ദി ലോ റെയിൻഫാൾ ആൻഡ് അൺഈവൻ ടെറൈൻ, അതുണ്ടാവുക തമിഴ്നാട്ടിലാണ്. അപ്പോൾ തമിഴ്നാടാണ് വരും ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വെൻ വാസ് ദ ഫസ്റ്റ് ലോക് അദാലത്ത് ഇൻ ഇന്ത്യ ഹെൽഡ് ഇൻ യുണ ടൗൺ ജുനഗാത്ത് ഡിസ്ട്രിക്ട് ഇൻ ഗുജറാത്ത്? ഫസ്റ്റ് ലോക് അദാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പീപ്പിൾസ് കോർട്ട് എന്ന് പറയും. അല്ലെങ്കിൽ പെൻഡിങ് ആയിട്ടുള്ള കേസൊക്കെ സെറ്റിൽ ചെയ്യുക, അതൊക്കെയാണ് ഈ ലോക് അദാലത്തിൽ വരുന്നത്. അത് ഏതിൻ്റെ അണ്ടറിലാണെന്ന് വെച്ചാൽ ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ട് 1987 അണ്ടറിലാണ് വരിക. അത് എവിടെ വെച്ച് ഫസ്റ്റ് ലോക് അദാലത്ത് ഇൻ ഇന്ത്യ ഹെൽഡ് ചെയ്തത്? അത് എപ്പോഴാണെന്നാണ് ചോദിച്ചത്. എവിടെയാണ്? യുണ ടൗണിൽ ജുനഗാത്ത് ഡിസ്ട്രിക്റ്റിൽ വെച്ചിട്ടാണ് നടന്നത്. പക്ഷേ അത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 14 മാർച്ച് 1982. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വെച്ചാൽ 6th ക്വസ്റ്റ്യൻ ഈസ് വിച്ച് ഐലൻഡ് ഗ്രൂപ്പ് ഓഫ് ഇന്ത്യ ഈസ് മെയ്ഡ് ഓഫ് കോറൽ ലീവ്സ്? ഏത് ഐലൻഡാണ്? ലക്ഷദ്വീപാണ്. ലക്ഷദ്വീപ് എന്ന് വെച്ചാൽ സ്മോളസ്റ്റ് യൂണിയൻ ടെറിട്ടറിയാണ്. അത് അറേബ്യൻ സീൻ്റെ അവിടെയാണ് വരുന്നത്. അതിൻ്റെ ക്യാപിറ്റൽ ഏതാണ്? കവരത്തിയാണ്. 36 കോറൽ ലീവ്സസ് കണ്ടെയ്ൻ ചെയ്യുന്നത്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ബദ്ല സോളാർ പാർക്ക് വൺ ഓഫ് ദി വേൾഡ് ലാർജസ്റ്റ് സോളാർ പാർക്ക് ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? ഏത് സ്റ്റേറ്റിലാണ് അത് ലൊക്കേറ്റഡ് എന്ന് ഇത് മാറിപ്പോയതാണ്. ലൊക്കേറ്റ് ചെയ്യുന്നത് ഏത് സ്റ്റേറ്റിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജസ്ഥാനിലാണ്. രാജസ്ഥാനിൽ ഏകദേശം കൂടുതലും പ്രൊഡക്ഷൻ നടക്കുന്നത് രാജസ്ഥാനിലാണ്. ഇനി 2.25 GW അല്ലെങ്കിൽ 2245 MW ഉൽപ്പാദിക്കുന്നുണ്ട്, സോളാർ പവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഓക്കെ. അത് എത്ര ഏക്കേഴ്സിലാണ്? 14,000 ഏക്കേഴ്സിലാണ് ഈ ബദല നാഷണൽ പാർക്ക് ബദല സോളാർ പാർക്ക് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ ബദല സോളാർ പാർക്ക് എവിടെയാണ്? രാജസ്ഥാനാണ്. വിച്ച് കിങ് കൺസ്ട്രക്റ്റഡ് ദ ജുനഗത്ത് ഇൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെയാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിനാർ, ഗുജറാത്തിലെ ചിനാറിലാണ് ഉള്ളത്. അത് ഏത് കിങ്ങാണ് കൺസ്ട്രക്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രുദ്രതാമനാണ് ഫസ്റ്റാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തത്. ഈ ജുനഗത്ത് ഇൻസ്ക്രിപ്ഷൻ്റെ ഒരു കഥയുണ്ട്. എന്ന് വെച്ചാൽ സുദർശന തടാകത്തിലെ അണക്കെട്ട് വലിയൊരു കൊടുങ്കാറ്റിൽ പൊട്ടിപ്പോയി. അപ്പോൾ അത് പുനർനിർമ്മിക്കാൻ വേണ്ടി പ്രതിപാദിക്കുന്നതാണ് അതിൻ്റെ ആ ഇൻസ്ക്രിപ്ഷനിൽ പറയുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ദ നാരിശക്തി വദൻ അധിനിയം പാസ്ഡ് ബൈ ബോത്ത് ഹൗസസ് ഓഫ് പാർലമെൻറ്റ് ഇൻ 2023 ഈസ് വിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് ഓഫ് ഇന്ത്യ? ഈ നാരിശക്തി വദൻ അധിനിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 33% വിമന് റിസർവേഷൻ കൊടുക്കുക.
അങ്ങനെ ഒരു പദ്ധതിയാണത്. 2023 സെപ്റ്റംബറിലാണത് പാസ് ചെയ്തത്. ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ്? 106ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ് ആക്ട് വെച്ചിട്ടാണ്. ഓക്കെ, 10th ക്വസ്റ്റ്യൻ ഈസ് ഗൂഗിൾ ക്രോം ഈസ്, എന്താണ് ഗൂഗിൾ ക്രോം വരിക? വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. വെബ് ബ്രൗസറും ഉണ്ട്, സെർച്ച് എഞ്ചിനുണ്ട്. അവർ തമ്മിലെന്ന വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ, സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു വെബ്സൈറ്റ് പോലെയാണ്. നമ്മൾ ആ വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്യുന്നു, ഇൻഫർമേഷൻസ് എടുക്കുന്നു, അതാണ് സെർച്ച് എഞ്ചിൻ എന്ന് വെച്ചാൽ. ഗൂഗിൾ സെർച്ച്, മൈക്രോസോഫ്റ്റ് ബിങ്, യാഹൂ സെർച്ച്, ഡക് ഡക് ഗോ, ഇതൊക്കെ സെർച്ച് എഞ്ചിൻസ് ആണ്. ഇനി വെബ് ബ്രൗസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനാണ്. നമ്മളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് ആണ്. അതിൻ്റെ ആപ്ലിക്കേഷനിൽ വരുന്നതാണ് ഗൂഗിൾ ക്രോം, മൈക്രോസോഫ്റ്റ് എഡ്ജ്, സഫാരി, ഒപ്പേറ, മോസില്ല ഫയർഫോക്സ്. ഇതൊക്കെയാണ് വെബ് ബ്രൗസേഴ്സ്. അപ്പോൾ വെബ് ബ്രൗസേഴ്സും സെർച്ച് എഞ്ചിനും തമ്മിൽ മാറിപ്പോകാൻ പാടില്ല. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന വെബ് ബ്രൗസർ എന്ന് പറയുന്നത് എന്താണ്? ഗൂഗിൾ ക്രോം എങ്ങനെയുള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെബ് ബ്രൗസേഴ്സ് ആണ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ.